വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയൊക്കെ അല്ലേ ഇപ്പോൾ. അപ്പോൾ എൻ്റെ ബോഗൻവില്ല ചെടികളെ ഒന്ന് പ്രൂൺ ചെയ്ത് നന്നായി വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായി ഇറങ്ങിയതാണ് ഞാൻ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ മഴയൊക്കെ ആയപ്പോഴേ ഇത് കണ്ടോ, ഇതിൻ്റെ കമ്പുകളൊക്കെ ഇങ്ങനെ വളർന്ന് നല്ല നീണ്ടായി പോയിരിക്കുക. അത്ര ഹെൽത്തി അല്ലാതെ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കൊടുത്താൽ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല ഉഷാറായി വരുമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് മഴക്കാലം ആകുമ്പോൾ ഇതിലെന്തായാലും പൂക്കളൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ ഇലകൾ നിറഞ്ഞ് വള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒത്തിരി ഹാർഡായതുകൊണ്ട് നന്നായി താഴ്ത്തി പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് വേറെ കേടൊന്നും സംഭവിക്കില്ല. വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മഴയിൽ തന്നെ ഇരുന്നാൽ മതി. അത് നന്നായി ഹൈബ്രിഡിനൊക്കെ ഇങ്ങനെ മഴ അധികം കൊള്ളാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഹൈബ്രിഡിൻ്റെ ഒക്കെ തന്നെയാണ്. പക്ഷെ കമ്പ് കുത്തി പിടിപ്പിച്ച കാരണം കൊണ്ട് വലിയ പ്രശ്നമില്ല. മഴയത്തിരുന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയ കമ്പുകളൊക്കെ കണ്ട് വെട്ടിയിട്ടേ, അപ്പോൾ ഇനി വരുന്ന കമ്പുകൾ നല്ല കൂടുതൽ ബ്രാഞ്ചസ് വരുമല്ലോ. അപ്പോൾ തന്നെ പൂക്കളും ആ വരുന്ന ബ്രാഞ്ചസിലൊക്കെ ഇനി അടുത്ത സീസണിലേക്ക് ധാരാളം പൂക്കളും ഉണ്ടായിക്കോളും. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പൂക്കളുണ്ടാവാനുള്ള വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴും മഴ പെയ്യുമ്പോൾ ചെടികളൊക്കെ നന്നായി പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ചും ഹാർഡ് സ്റ്റെമ്മുള്ള പ്ലാന്റ്സ് ആകുമ്പോൾ നല്ല താഴ്ത്തി വെട്ടി കൊടുത്താലും അതിനൊന്നും യാതൊരു കേടും സംഭവിക്കില്ല. അപ്പോൾ എപ്പോഴും ആ ഇലകളൊക്കെ മാറ്റി, കേടുള്ള ഇലകൾ മഴ കൊള്ളുമ്പോൾ എപ്പോഴും ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് നല്ല ഭംഗിയാക്കി ഇങ്ങനെ നിർത്തുക. എന്നിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ കരുത്തോടെ നല്ല ഹെൽത്തി ആയിട്ട് അവരൊക്കെ വളർന്നു വരും. പിന്നെ ഈ ബോഗൻവില്ല പ്ലാന്റ്സിനെ പറ്റി ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയോ? അതായത് ഇത് ഒരു 1700-ലാണ് ഈ ചെടി കണ്ടുപിടിച്ചത്. അപ്പോൾ കണ്ടുപിടിച്ച സമയത്ത് ഇത് കണ്ടുപിടിച്ച അയാളുടെ ഫ്രണ്ടിൻ്റെ പേരാണ് ഈ ചെടിക്ക് കൊടുത്തത്. ബോഗൻവില്ല എന്നുള്ളതിൻ്റെ മുന്നിൽ വേറെയും 2-3 എന്തോ വാക്കുകളുണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിൻ്റെ പേരാണ് ഈ ബോഗൻവില്ലയ്ക്ക് കൊടുത്തത്. അപ്പോൾ ഇന്നും ആളുടെ ഫ്രണ്ടിൻ്റെ പേരിലാണ് ഈ ചെടി അറിയപ്പെടുന്നത്, ബോഗൻവില്ല എന്ന്. അപ്പോൾ അത് എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചെടിയെന്ന് വേണമെങ്കിലും ഇത് പറയാമല്ലേ. ഞാനങ്ങനെ കേട്ടിട്ടുള്ളതാണ്, എവിടെയോ കേട്ടറിഞ്ഞിട്ടുള്ളൊരു കഥയാണ് അത്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ഡേക്കും ഒക്കെ സമ്മാനിക്കാൻ പറ്റിയ ചെടിയാണ്. പിന്നെ ഞാനിതിന് ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും കുറച്ച് ആട്ടുംകാട്ടം, പിന്നെ എപ്സം സാൾട്ട്. ചട്ടിയിൽ ആദ്യം വെളുത്തൊരു പൊടി കണ്ടില്ലേ, അത് എപ്സം സാൾട്ടാണ്. അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളമാണ് ഇത്. എപ്സം സോൾട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കൂടുതൽ ലീവ്സൊക്കെ നല്ല കരുത്തോടെ ഉണ്ടാവും. നല്ല പുതിയ നല്ല കമ്പുകളും ഒക്കെ വന്ന് നല്ല ഉഷാറാവും പ്ലാന്റ്സ്. ഇപ്പോൾ തന്നെ ഫ്ലവറിങ്ങിനുള്ള വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇനി വെയിലാവുന്ന സമയത്ത് ഇനിയിപ്പോൾ ഈ വളം ഇട്ടുണ്ടെങ്കിൽ കുറച്ച് കാലത്തിന് നമുക്ക് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് മഴയൊക്കെ മാറുന്ന സമയത്ത് മാത്രം നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാവരും ഇങ്ങനെ മഴക്കാലത്ത് ചെടികളൊക്കെ പ്രൂൺ ചെയ്യാൻ തുടങ്ങിയില്ലേ, വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാവരും എല്ലാ ചെടികളും നല്ല ഉഷാറായിട്ടുണ്ടാവട്ടെ.
ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് പിന്നെ അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നറിയാം. എല്ലാവരും എപ്പോഴും അതിന് ചെടികളെ തൊട്ടും തലോടിയും അതിൻ്റെ അഴുകിയ ഇലകളൊക്കെ പെറുക്കി കളഞ്ഞിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും ചെടികളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ബോഗൺവില്ലകൾ വേനൽക്കാലം ആകുമ്പോൾ നല്ല പൂത്ത് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. അതിനെ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന് വളർച്ചയൊന്നും ഇല്ലാണ്ട് കൂടുതൽ നല്ല പൂക്കളൊന്നും തരില്ല. നല്ല വളമൊക്കെ ഇട്ട് ഹെൽത്തി ആയിട്ട് വന്ന് നല്ല കൂടുതൽ ബ്രാഞ്ചസൊക്കെ ഉണ്ടായാൽ തന്നെയാണ് ഇത് ഈ ചെടി നല്ല ഫ്ലവറിങ് തരുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ മഴക്കാലത്ത് കുറച്ച് വളങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാ ചെടികൾക്കും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. വെട്ടി നിർത്തേണ്ട ചെടികളൊക്കെ ഒന്ന് വെട്ടി നിർത്തുക. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് വീണ്ടും തെഴുത്ത് നല്ല ഉഷാറായിട്ട് വരും എല്ലാ ചെടികളും. അപ്പോൾ അതൊക്കെ പ്രൂൺ ചെയ്യാനൊക്കെ നിന്നാൽ കുറച്ച് പണിയാണ്. കാരണം ആ വേസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ. പിന്നെ അങ്ങനെ പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ഒരിത്തിരി വളം ഇതിനും മാത്രമേ ഞാനിപ്പോൾ ഇന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വളം ഞാൻ അപ്പോൾ എന്ത് പണിതു, ഒരു റോസ് ഉണ്ട്, അതിന് കുറച്ച് അതായിട്ട് അവിടെ എടുത്ത് വെക്കണ്ടല്ലോ എന്ന് കരുതി ആ റോസിനും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഇത് ഒരു കാശ്മീരി റോസാണ് കേട്ടോ. അത് കുറച്ച് നാളായി. എൻ്റെ വേറൊരു തൈ ഉണ്ടായിരുന്നു, അത് പോയിട്ട് അതിൻ്റെ കമ്പൊക്കെ വെട്ടി വെച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ചെടിയാണിത്. നന്നായി പൂടും, എപ്പോഴും നല്ല പൂവുണ്ടാവാറുണ്ട്. ജൂൺ ജൂലൈ മാസം വരെയാണല്ലോ റോസിൻ്റെ കാലമല്ലേ. ഇപ്പോൾ ഒരു ട്രിപ്പ് പൂവുണ്ടായി കഴിഞ്ഞേ ഉള്ളൂ. അടുത്ത മുട്ടൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ വളമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടമായ എല്ലാവരും, ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻസും അറിയിക്കണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വെട്ടിയ കമ്പുകളൊക്കെ എന്ത് ചെയ്തു എന്നല്ലേ, അതൊന്നും കളഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ ഓരോ ചെറിയ പാത്രത്തിലും ബോട്ടിൽ കട്ട് ചെയ്തിട്ട്, പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മണ്ണ്, അതാകുമ്പോൾ കുറച്ച് മണ്ണ് നിറച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് അതിൽ വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം. അടുത്ത സീസൺ ആകുമ്പോഴേക്കും ചെടികൾ വളർന്ന് വലുതാവും, വേരൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് വളർന്നു വന്നോളും. അപ്പോൾ ഇനി അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ കമ്പുകളെല്ലാം കുത്തി പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം കേട്ടോ, ഈ വീഡിയോയിൽ ലാസ്റ്റായിട്ട് ഞാൻ ചെടികളൊക്കെ വെച്ചത് കാണാം. അപ്പോൾ വീണ്ടും പറയുന്നു, മറക്കരുത് എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻസും അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സീസണിലേക്ക് റെഡിയാക്കി ആണ് ഈ തൈകൾ ഞാൻ കമ്പ് കുത്തി വളർന്നു വരട്ടെ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ ഈ ബോഗൺവില്ല ചെടികൾ നൽകുന്നതായിരിക്കും. ഓക്കെ, ബായ്.